നമസ്കാരം. ആയുർ ജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. 2025 ഒക്ടോബർ 18 രാത്രി 7:48 കൂടി വ്യാഴം രാശി മാറുന്നു. വ്യാഴം മിഥുനം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലേക്കാണ് സഞ്ചരിക്കുന്നത്. പുണർദം നക്ഷത്രത്തിന്റെ 3-ാം പാദത്തിൽ നിന്നും പുണർദത്തിന്റെ തന്നെ 4-ാം പാദത്തിലേക്കാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. അതിനാൽ തന്നെ പുണർദം നക്ഷത്രക്കാർക്ക് ഭാഗ്യക്കേട് അനുഭവപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ശേഷം കർക്കിടകം രാശിയിൽ നിന്നും വ്യാഴം വക്രം പ്രാപിച്ച് ഡിസംബർ 5 കൂടി തിരികെ മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. തുടർന്ന് മിഥുനം രാശിയിൽ വ്യാഴം 2026 ജൂൺ 2 വരെ തുടരും. ഇന്നത്തെ വീഡിയോ വ്യാഴമാറ്റത്തിന്റെ ഫലമായി മിഥുനക്കൂറുകാരായ മകീരത്തിന്റെ 3-4 നക്ഷത്രപാദങ്ങളിൽ ജനിച്ചവർ, തിരുവാതിര നക്ഷത്രം, പുണർദത്തിന്റെ 1, 2, 3 നക്ഷത്രപാദങ്ങളിൽ ജനിച്ചവർക്ക് ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ഓൺ ചെയ്തിടുന്നതിനും ഓർമ്മിപ്പിക്കുന്നു. മിഥുന രാശിക്കൂറുകാർക്ക് 7-ാം ഭാവത്തിന്റെയും 10-ാം ഭാവത്തിന്റെയും ആധിപത്യം വഹിച്ച വ്യാഴം ഇതുവരെ ജന്മഭാവത്തിലാണ് നിന്നിരുന്നത്. എന്നാൽ ആ വ്യാഴം ഒക്ടോബർ 18 2-ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു. ഇത് വളരെ ഗുണപ്രദമാണ്. നിലവിലെ വ്യാഴത്തിന്റെ ജന്മഭാവസ്ഥിതി നിമിത്തം തന്റെ അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും കയ്യിൽ പണമില്ലാത്തൊരവസ്ഥയും താൻ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും പ്രവൃത്തികളും തെറ്റായി പോകുന്നതിനോ പരാജയം സംഭവിക്കുന്നതിനോ എല്ലാം ഇടയായിട്ടുണ്ടാകും. കൂടാതെ ജോലിസ്ഥലത്ത് വളരെ വലിയ കലഹങ്ങളോ ദൂരേക്ക് സ്ഥലം മാറ്റമോ മറ്റ് ജോലി സംബന്ധമായ പ്രശ്നങ്ങളോ നിമിത്തം ഏറെ മനോദുഃഖം അനുഭവിക്കുന്ന ഒരവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാകും. തന്റെ വീട്ടിൽ മാത്രമല്ല കൂട്ടുകാരോടൊത്ത് ചെലവഴിക്കുന്ന സമയങ്ങളിലും പലവിധേന തർക്കങ്ങളും കലഹങ്ങളും മറ്റും ഈ സമയത്ത് ഉറപ്പായിട്ടും ഉണ്ടായിട്ടുണ്ടാകും. തനിക്ക് സമൂഹത്തിലും ജോലിസ്ഥലത്തും ഉണ്ടായിരുന്ന അഭിമാനകരമായ നേട്ടങ്ങളെല്ലാം മറ്റുള്ളവർ വിസ്മരിക്കുന്നതിനും തന്നെ തീരെ വില കുറഞ്ഞവനായി മുദ്ര കുത്തുന്നതിനുമെല്ലാം ഈ കാലഘട്ടത്തിൽ ഇടയായിട്ടുണ്ടാകും. എത്ര നല്ല രീതിയിൽ നോക്കിയാലും ഭാര്യയുമായും കുട്ടികളുമായും പല രീതിയിൽ വഴക്കടിക്കുന്നതിനും ശിരസ് സംബന്ധമായ അസുഖങ്ങളോ ഉദര സംബന്ധമായ അസുഖങ്ങളോ മൂലം ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരവസ്ഥയും കേസ്, വഴക്ക് മുതലായവ അപ്രതീക്ഷിതമായി വന്നു ഭവിക്കുന്നതിനുമെല്ലാം ഈ കാലഘട്ടത്തിൽ ഇടയായിട്ടുണ്ടാകും. നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതുവരെയും ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾ അഭിമുഖീകരിച്ചിട്ടില്ല എങ്കിൽ കൂടി വ്യാഴം രാശി മാറുന്ന സമയമായതിനാൽ ഒരുപക്ഷെ ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ സംഭവിക്കാൻ ഇടയായേക്കാം. അതിനാൽ തന്നെ ഇത്തരം പ്രശ്നങ്ങളെ നിങ്ങൾ മുൻകൂട്ടി കരുതിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നിങ്ങൾക്ക് നിലവിൽ വ്യാഴം ദോഷസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ്. കാരണം ഒരുപക്ഷെ വന്നു ഭവിച്ചേക്കാവുന്ന ഇത്തരം ദോഷങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം ലഭിക്കുന്നതിന് ഈ വഴിപാട് കൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നിങ്ങൾ നിത്യവും വിഷ്ണു സഹസ്രനാമവും നാരായണ മന്ത്രവും ജപിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം വ്യാഴദോഷങ്ങൾ അനുഭവത്തിൽ വരുന്നതല്ല. നിങ്ങൾ ഒരു വിഷ്ണു ഭക്തനാണെങ്കിൽ ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത്. ഈ ഭാവത്തിൽ നിന്നുകൊണ്ട് ഇതുവരെ കഷ്ടപ്പെടുത്തിയിരുന്ന വ്യാഴം അതിൽ നിന്നെല്ലാം മാറി ഇനി 2-ാം ഭാവത്തിലേക്ക്, അതായത് ധനസ്ഥാനത്തേക്കാണ് സഞ്ചരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ കഷ്ടപ്പാടുകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതാണ്. ജീവിതത്തിൽ നല്ലൊരു വരുമാനം കൈവരികയും എല്ലാവിധ സന്തോഷവും സുഖവും അനുഭവിക്കാൻ യോഗമുണ്ടാകുകയും ചെയ്യും. ഇവർക്ക് രാശിമാറ്റ ശേഷം വ്യാഴം 2-ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നതിനാൽ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും വിജയവും അതിൽ നിന്നെല്ലാം മികച്ച ധനലാഭവും ലഭിക്കുന്നതാണ്. അതിനാൽ തന്നെ ഈ വ്യാഴമാറ്റത്തിനു ശേഷം നിങ്ങൾ നല്ലൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കുന്നതിനായി കഠിനമായി പരിശ്രമിക്കേണ്ടതാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിലുറപ്പായും നിങ്ങൾക്ക് വിജയം നേടുന്നതാണ്. 2-ാം ഭാവം അധികാരത്തിന്റെ ഭാവമായതിനാൽ
നിങ്ങൾക്ക് ജോലിയിൽ അധികാരമോ അതല്ലെങ്കിൽ താൻ ചെയ്യുന്ന പ്രവൃത്തി മേഖലകളിൽ നേതൃസ്ഥാനം ലഭിക്കുന്നതിനോ എല്ലാം ഇടയാകുന്നതാണ്. തനിക്ക് കീഴിൽ പരിചാരകരും അതല്ലെങ്കിൽ തന്നെ അനുസരിക്കുന്ന കുറച്ചു പേരെങ്കിലും ജോലിസ്ഥലത്ത് മാത്രമല്ല താൻ ഇടപഴകുന്ന എല്ലാ മേഖലകളിലും കടന്നു വരുന്നതാണ്. ഇവർക്ക് ഇതുവരെയും കൊടുത്ത കടങ്ങളൊന്നും അത്യാവശ്യത്തിന് തിരിച്ചു കിട്ടാതെ ധനപരമായി വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ഥിതിയായിരിക്കും ഉള്ളത്. എന്നാൽ ഇനി അതിൽ നിന്നെല്ലാം മാറി താൻ കൊടുത്ത കടങ്ങളെല്ലാം അല്പാൽപമായി തിരിച്ചു കിട്ടുന്നതിന് ഇടയാകുന്നതാണ്. ഇവർ പഠിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് ജോലിയിൽ പ്രവേശിക്കുന്നതിന് ഇടയാകുകയും തന്റെ വാക് സാമർഥ്യം നല്ല രീതിയിൽ ഉപയോഗിക്കുന്നതിനായി സാധിക്കുകയും ചെയ്യുന്നതാണ്. കൂടാതെ ഇവർ പുതുതായി ഏതെങ്കിലും ഒരു കലാരൂപം പഠിക്കുന്നതിന് ഇടയാകുകയോ അല്ലെങ്കിൽ പഠനം പൂർത്തിയാക്കി അതിൽ നിന്നെല്ലാം പിന്നീട് അങ്ങോട്ട് ചെറിയ തോതിലെങ്കിലും വരുമാനം ലഭിക്കുന്നതിനും ഇടയാകുന്ന കാലഘട്ടമാണ് ഇനി വരാനിരിക്കുന്നത്. തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുന്നതിനും പുതിയ വസ്ത്രം ധരിക്കുന്നതിനുമെല്ലാം ഈ കാലഘട്ടത്തിൽ ഇടയാകുന്നതാണ്. തനിക്കിഷ്ടപ്പെട്ട ഫോണോ അതല്ലെങ്കിൽ ഏറെ കാലമായി വാങ്ങണമെന്ന് ആഗ്രഹിച്ച മറ്റെന്തെങ്കിലും വസ്തുക്കളോ എല്ലാം വാങ്ങുന്നതിന് ഈ സമയത്ത് ഇടയാകും. നീതിന്യായവുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നവർക്കും ജോലി ചെയ്യുന്നവർക്കും വളരെ അനുയോജ്യമായ സമയമാണ് വ്യാഴമാറ്റത്തിന് ശേഷം ഉണ്ടാകാൻ പോകുന്നത്. ഇവർക്ക് തൊഴിലിൽ നിന്നും മികച്ച വരുമാനം ലഭിക്കുന്നതിനും പ്രസിദ്ധിയും മറ്റും ഉണ്ടാകുന്നതിനും ഇടയാകും. വീട്ടിലുണ്ടായിരുന്ന കലഹങ്ങളെല്ലാം മാറി സമവായത്തിൽ പോകുന്നതിന് സാധിക്കുന്നതാണ്. ദാമ്പത്യത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർക്കുന്നതിനും ഡിവോഴ്സ് പോലെയുള്ള പ്രശ്നങ്ങളിൽ പെട്ടിരിക്കുന്നവർക്ക് അതിൽ നിന്നും മോചനം ലഭിക്കുന്നതിനുമെല്ലാം വ്യാഴമാറ്റത്തോടു കൂടി ഇടയാകുന്നതാണ്. വ്യാഴമാറ്റത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഫലം ഇവർക്ക് മികച്ച വരുമാനം ലഭിക്കും എന്നതും കൂടാതെ ശത്രുദോഷങ്ങളിൽ നിന്നും മുക്തരാകും എന്നതുമാണ്. ഇവർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ശത്രുദോഷങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതിനായി ചില പ്രതിക്രിയകളും മറ്റും ചെയ്യുന്നതിനും അതിന്റെ ഫലമായി തൊഴിൽ രംഗത്തും ജീവിതത്തിന്റെ എല്ലാവിധ മേഖലകളിലും മികച്ച പുരോഗതി ലഭിക്കുന്നതിനും ഇടയാകുന്നതാണ്. വ്യാഴത്തിന് അഷ്ടമഭാവത്തിലേക്ക് ദൃഷ്ടിയുള്ളതിനാൽ ഇവർക്ക് ജീവിതത്തിലെ എല്ലാ മേഖലകളിലും മാറ്റം കടന്നു വരുന്നതാണ്. കൂടാതെ മൃത്യുഭയത്തിന് കാരണമായ രോഗങ്ങളിൽ നിന്നു പോലും ഇവർക്ക് മോചനം ലഭിക്കുന്നതിനും ഇടയാകും. ഇവർക്ക് മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം നല്ലപോലെ ലഭിക്കുന്നതാണ്. ജോലിസ്ഥലത്തുണ്ടായിരുന്ന തർക്കങ്ങളും മറ്റും പരിഹരിക്കുന്നതിനും തന്റെ വീടിനടുത്തേക്ക് ജോലി മാറ്റം കിട്ടുന്നതിനുമെല്ലാം വ്യാഴമാറ്റത്തിനു ശേഷം സാധിക്കും. തനിക്ക് ഇതുവരെ ഉണ്ടായിരുന്ന തന്റെ മനസ്സിനെ വല്ലാതെ ബുദ്ധിമുട്ടിപ്പിച്ചിരുന്ന കടങ്ങളിൽ നിന്നും മറ്റും മോചനം ലഭിക്കുന്നതിനും അപ്രതീക്ഷിതമായ മാർഗങ്ങളിൽ കൂടി കടങ്ങളെല്ലാം വീട്ടി തീർക്കുന്നതിനും ഈ കാലഘട്ടത്തിൽ ഇടയാകുന്നതാണ്. 6ാം ഭാവത്തിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടിയുള്ളതിനാൽ രോഗദുരിതങ്ങളിൽ നിന്നും ശത്രുദോഷങ്ങളിൽ നിന്നും ഉറപ്പായും മോചനം ലഭിക്കും. ബിസിനസ് പരമായി വളരെയധികം മെച്ചം ലഭിക്കും. ബിസിനസ്സിലെ വലിയ ഓർഡറുകൾ മുതലായ അപ്രതീക്ഷിത മാർഗങ്ങളിൽ കൂടി നല്ല രീതിയിൽ വരുമാനം ലഭിക്കുന്നതിനും ജീവിതത്തിൽ ഉണ്ടായിരുന്ന മനോദുഃഖങ്ങളെല്ലാം മാറി തന്റെ ജീവിതത്തിൽ ഒരു നിലയും വിലയും കടന്നു വരുന്നതിനും ഇടയാകും. നിങ്ങൾക്ക് ഒക്ടോബർ 18 ശേഷം വ്യാഴം അനുകൂല സ്ഥാനത്തേക്ക് മാറുന്നതിനാൽ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ്. ഇവർക്ക് വ്യാഴം 2ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്ന ഡിസംബർ 5-ാം തീയതി വരെ കഴിയുന്നവർ നിത്യവും വിഷ്ണു സഹസ്രനാമവും ഓം നമോ നാരായണായ എന്ന മന്ത്രവും ജപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം വ്യാഴമാറ്റത്തിന്റെ അനുകൂല ഫലങ്ങൾ മുഴുവനായും ലഭിക്കുന്നതാണ്. അതിനും സാധിക്കാത്തവരാണെങ്കിൽ നിത്യവും കുളി കഴിഞ്ഞ ശേഷം നിർമ്മലമായ മനസ്സോടുകൂടി ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് 9 തവണ ഓം നമോ നാരായണായ എന്ന മന്ത്രമെങ്കിലും ചൊല്ലുവാൻ ശീലിക്കുക. നിങ്ങളൊരു വിഷ്ണു ഭക്തനാണെങ്കിൽ ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത്. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടാനും മറക്കരുത്.